എന്നതാണ് നമ്മുടെ മസിലൊക്കെ അല്ലേ. ഒരു പനി പിടിച്ചാൽ തീരും. ഒരു പനി പിടിച്ചാൽ മനുഷ്യന് കഴിഞ്ഞു, പിന്നെ ഒരു ഉന്മേഷമില്ല. എന്തൊക്കെ മുഷ്ടി ചുരുട്ടി ചിന്താബോധം നമ്മൾ വിളിക്കാറുണ്ട്. അള്ളാഹു നൽകുന്ന ആരോഗ്യമല്ലേ അതൊക്കെ. ഉറങ്ങുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് കിടക്കേണ്ടത്. ഈ ദിക്ർ ചൊല്ലണം. ബിസ്മിക റബ്ബി, എന്റെ രക്ഷിതാവേ നിന്റെ നാമം ഉച്ചരിച്ച് ഞാൻ കിടക്കുന്നു റബ്ബേ. വബിക അർഫഉഹു, നീ തരുന്ന കഴിവ് കൊണ്ടാണ് റബ്ബേ ഞാൻ ഇനി എഴുന്നേൽക്കാൻ പോകുന്നത്. ഇപ്പൊ കിടത്തിയിരിക്കുകയാണ്, ഇനി എഴുന്നേൽപ്പിക്കണം. നീ തരുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല. ചിലർ പറയില്ലേ കാലിന് തരിപ്പാണ്, ഉമ്മാക്ക് എഴുന്നേറ്റ് കട്ടിൽമ കുറെ നേരം ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഉമ്മാക്ക് നിൽക്കാൻ പറ്റുള്ളൂ, എന്നിട്ടേ പിന്നെ ഉമ്മാക്ക് നടക്കാൻ പറ്റുള്ളൂ. കാലിന് നീരാണ്, വേദനയാണ്. എന്താ, നമ്മുടെ ഞരമ്പുകൾക്ക് ക്ഷീണം, തളർച്ച വന്നു. ആ ബ്ലഡ് അങ്ങ് പാസ്സാവണില്ല പെട്ടെന്ന്. ചെറുപ്പക്കാർ ഒരു 45-55 വയസ്സ് വരെ ലാഭത്തിലോടുന്ന വണ്ടിയാണ്, മെയിൻ്റനൻസ് ഫ്രീ ആണ്. 55-60 വയസ്സ് വരെയൊക്കെ ഏകദേശം അല്ലേ. പിന്നെ മെയിൻ്റനൻസും സർവീസൊന്നും ഇല്ല. പിന്നെ ഓരോ 5000-നും സർവീസ് ചെയ്യേണ്ടി വരും. 55-60 ആയി കഴിഞ്ഞാൽ 5000 സ്റ്റെപ്പ് എടുത്താൽ പിന്നെ സർവീസ് ഹോസ്പിറ്റലിൽ കയറ്റേണ്ടി വരും അല്ലേ. ചോര കൊടുക്കണം, ഗ്ലൂക്കോസ് കയറ്റണം, മരുന്ന് കുടിക്കണം, ഒഴിച്ചിലിന് പോകണം. അതുവരെയുള്ള ഈ കാലം ഉപയോഗപ്പെടുത്തിക്കോളൂ. ഫ്രീ ആയിട്ട് ജീവിക്കുന്ന കാലമാണ്. ഒരു 55-60 വയസ്സ് വരെയുള്ള കാലം മെയിൻ്റനൻസ് ഇല്ലാതെ പോകുന്ന സമയമാണ്. ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്തൊന്നും വയസ്സായ ചെയ്യാൻ പറ്റൂല. നമ്മൾ വെറുതെ പറയാണ്. പ്രായമായി കഴിഞ്ഞാൽ അതിന് വേദനയും കാലിൻ നീരാതെയും വളയാതെയുമായിട്ട് നമുക്ക് ഇബാദത്തിന് രസം കിട്ടൂല. ആകെ വേദനയായിരിക്കും ചിന്തയിൽ. വേദന ഇല്ലാതെ നിൽക്കുമ്പോഴല്ലേ നമ്മൾ പറയുന്ന വാക്കുകൾ ചിന്തിച്ച് നിസ്കരിക്കാൻ പറ്റുള്ളൂ. കാലിന് വേദനയാണ്, ഊരക്ക് വേദനയാണ്, നമ്മുടെ ചിന്ത മൊത്തം അങ്ങോട്ടല്ലേ പോവാ. അതുകൊണ്ട് മനുഷ്യന്റെ ആരോഗ്യ സമയം യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, ആരോഗ്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണേ. വാർദ്ധക്യം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ യൗവനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ, വാർദ്ധക്യം വരാനുണ്ട്. ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കോളൂ, രോഗം വരാനുണ്ട്. സമ്പത്തുള്ള സമയം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തോളൂ, ദാരിദ്ര്യം വരാനുണ്ട്. ജീവിതം ഉപയോഗപ്പെടുത്തിക്കോളൂ, മരണം വരാനുണ്ട്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ, തിരക്ക് പിടിച്ച സമയം നിങ്ങൾക്ക് വരാനുണ്ട്. വബിക അർഫഉഹു, റബ്ബേ നീ തരുന്ന കഴിവ് കൊണ്ടാണ് ആ ശരീരത്തെ ഞാൻ ഉയർത്തുന്നത്. ഫഇൻ അംസക്ത നഫ്സി ഫർഹംഹാ, എന്റെ ഈ ഉറക്കത്തിലെങ്ങാനും എന്റെ റൂഹിനെ നീ പിടിച്ചു വെച്ചാൽ ഫർഹംഹാ, എന്റെ ശരീരത്തോട് റൂഹിനോട് കരുണ കാണിക്കണേ തമ്പുരാനെ. നോക്കണം, ഈ ഉറക്കത്തിൽ ഞാൻ അങ്ങ് മരിക്കുകയാണെങ്കിൽ അള്ളാഹു എന്നോട് റഹ്മത്ത് ചെയ്യണേ. എന്റെ റൂഹിനെ നീ എന്റെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞേക്കുകയാണെങ്കിൽ ഫർഹംഹാ, എന്റെ ശരീരത്തോട് കരുണ കാണിക്കണേ റബ്ബേ. എന്റെ ശരീരത്തെ നീ സംരക്ഷിക്കണേ റബ്ബേ. ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, ജീവനോടെ ജീവിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ നീ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ നീ എന്നെ സംരക്ഷിക്കണമേ എന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് ഉറക്കത്തിലേക്ക് നമ്മൾ പോവേണ്ടത്. ഉറങ്ങുമ്പം പറയാ റബ്ബേ എന്റെ റൂഹിനെ നിന്റെ കയ്യിൽ തരാട്ടോ പഠിച്ചവനെ. ഈ ഉറക്കത്തിൽ നീ എന്നെ അങ്ങ് മരിപ്പിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ. എന്റെ റൂഹിനെ നീ തിരിച്ചു തരികയാണെങ്കിൽ എനിക്ക് നീ സംരക്ഷണവും തരണം. ഉണർന്നാലുള്ള നന്മകൾ ഉറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ ഉറങ്ങേണ്ടത്. ആ ഉറങ്ങുന്ന നേരത്ത് റൂഹിനെ അള്ളാഹു പിടിക്കുന്നുണ്ട്. ആ പിടിക്കുന്ന നേരം പടച്ചവനെ നീ തിരിച്ചു തരാതെ അവിടെ തന്നെ വെച്ച് എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ എന്നോട് റഹ്മത്ത് ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ദുആ ഇറക്കാൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉണർന്നാൽ പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വഅഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രി. അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിനക്ക് സ്തുതി. നമ്മൾ വേറെയും ദിക്റുകളുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അതിന്റെ അർത്ഥം ആലോചിച്ചു നോക്കൂ. അൽഹംദുലില്ലാഹ് ഉണർന്നു കഴിഞ്ഞാൽ പറയേണ്ടത് അതാണ്. നമ്മൾ പലപ്പോഴും കട്ടൻ ചായ എന്ന് പറഞ്ഞിട്ടാക്കാർ എഴുന്നേൽക്കില്ലേ. ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ, റബ്ബേ നീ എനിക്ക് ജീവൻ തന്നല്ലോ. ബഅദ ഇദ് അമാതനാ, നീ ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവൻ തന്നല്ലോ റബ്ബേ. ഉറക്കൊരു മരണല്ലേ.
കുളിപ്പിക്കാൻ എടുത്തുവെച്ചാൽ അറിയോ? നമ്മളൊക്കെ അങ്ങനെ ഉറക്കത്തിൽ ചില ആൾക്കാരുടെ ഉറക്കിൽ എന്ത് എടുത്തു കൊണ്ടുപോയാലും അറിയാത്ത കുട്ടികളൊക്കെ അല്ലേ, ചെറുപ്പക്കാരൊക്കെ ഉറക്കിന്റെ ഘാടത്തിൽ. സുബ്ഹാനല്ലാഹ്, ഉറക്കിൽ നമ്മളൊന്നും അറിയുന്നില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനാണ്. ഇന്നത്തെ ഒരു ദിവസം കൂടെ നീ എനിക്ക് തന്നല്ലേ, അത് വിചാരിച്ച് ഞാൻ തീരെ മരിക്കൂല എന്ന് അതിനർത്ഥമല്ലല്ലോ. അല്ലാഹുവേ, നിന്നിലേക്ക് തന്നെയാണ് എനിക്ക് തിരിച്ചു വരാനുള്ളത്. ഇതാണ് നമ്മൾ ഉണർന്നാൽ പറയുന്നത്. അത് ഒരു ദിക്ർ. അതേപോലെ സുന്നത്തുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. അല്ലദീ റദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹിനെ നീ മടക്കി തന്നുവല്ലോ. വഅഫാനി ഫീ ജസദി, എന്റെ ശരീരത്തിന് ആരോഗ്യം തന്നില്ലയോ റബ്ബേ. വഅദിന ലീ ബിദിക്രി, നിനക്ക് ദിക്ർ ചൊല്ലാൻ എന്നെ ഓർമ്മിപ്പിച്ചുവല്ലോ, അതിന് നിനക്ക് നന്ദി അല്ലാഹ്. ഇത് ഉണർന്നാൽ പറയണം. ഒരു ജനനം ഒരു മരണം കഴിഞ്ഞ് ജനനത്തിലേക്ക് വരലാണ്. ഓരോ ഉറക്കവും ഒരു മരണമാണ്, ഓരോ ഉണർച്ചയും ഒരു ജനനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവുകളെ ഇങ്ങനെ എടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകളാണ് മനുഷ്യ ശരീരം മരിക്കുമ്പോൾ ആത്മാവിനെ പൂർണ്ണമായി വലിച്ചെടുക്കുന്നത്. അള്ളാഹുവിന്റെ മലക്കുകളിൽ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം, അവരുടെ കൂടെ എത്രയോ അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് സഹായത്തിനുണ്ട്. ഈ പ്രപഞ്ചം ഒന്നാകെ ഒരു കടുകുമണിയുടെ അത്രയാ അസ്റായീൽ അലൈഹിസ്സലാമിന്. വിരലിങ്ങനെ വെച്ചാൽ അല്ല, എങ്ങനെ ഇപ്പൊ ചെങ്ങരയിൽ ഇപ്പൊ ഇന്നലെ മരിച്ചു, അതേ സമയത്ത് ന്യൂയോർക്കിൽ മരിച്ചില്ലേ, എങ്ങനെയപ്പോ നമ്മുടെ മലക്കുൽ മൗത്ത് അങ്ങോട്ടൊക്കെ എത്തുന്നത്? ഇത്രയേ ഉള്ളൂ. ഒരു കടകുമണി ഇങ്ങനെ വിരലിന്റെ അടി വെച്ചാൽ എങ്ങനെ? ദുന്യാവ് മൊത്തം മലക്കിന് അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എന്തിനാ ബേജാറാണ്? ആ മലക്കിന് കടന്നു വരാൻ ചുമരുകൾ തടസ്സമല്ല. വാതിലുകൾക്ക് എത്രയായിരം പൂട്ടുവെച്ചാലും മലക്കുൽ മൗത്തിനകത്ത് കടക്കാൻ കഴിയും. കരിങ്കല്ലുകൾ ഭിത്തികളാണെങ്കിലും മലക്കുൽ മൗത്ത് അരികത്തേക്ക് വരും. ഒന്നും തടസ്സമല്ലാത്ത കാലവും സമയവും സ്ഥലവും മലക്കിന് തടസ്സമല്ല. മരണം അല്ലാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ റൂഹിനെ പിടിക്കാൻ വരുന്നു അല്ലാഹുവിന്റെ മലക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്നത് തലഭാഗത്തിലൂടെയാണ്, കാലിലൂടെയല്ല. തലഭാഗത്തുകൂടെയാണ് റൂഹിനെ കൊണ്ടുപോകുന്നത്. ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും ദേഹിയെ കൊണ്ടുപോകുന്നത്. ദേഹി, അതാണ് റൂഹ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ നമ്മുടെ ഈ പരിപാടിയോട് സഹകരിച്ചിട്ടുണ്ട്. ഇവിടെ വളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഒന്ന് രണ്ടാള് മക്കളില്ലാത്തതിന് ദ്വാരക്കാനും വേണ്ടി ഇവിടെ സംഭാവനയും ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുരുടെ സംഭാവന അവരെ ഏതൊരു ഉദ്ദേശത്തിന് തന്നുവോ ആ ഉദ്ദേശം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട്, റമദാനിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ദേഹിയാണ്, റൂഹിനെ ദേഹി എന്ന് പറയും. ദേഹവും ദേഹിയും ശരീരത്തിൽ നിന്നതിനെ കൊണ്ടുപോകുന്നത് തലഭാഗത്തിലൂടെയാണ്. നമ്മൾ ആരും അധികം ചർച്ച ചെയ്യാത്ത ഒരു ഭാഗമാണ് റൂഹിനെ കുറിച്ച്. നമ്മൾ ആരും ഇങ്ങനെ കേൾക്കാൻ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടില്ല, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ അതിൽപ്പെട്ട ആളുകളാണ്. നമുക്ക് റൂഹുണ്ട്. ആ റൂഹ് എത്രയോ കാലങ്ങളായി ഉള്ളതാണ്. നമ്മൾ മരിച്ചാലും റൂഹുണ്ട്. നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പും നമ്മളെന്ന റൂഹ് അപ്പോഴും ഉണ്ട്. ആ റൂഹിന്റെ രൂപം എന്താണ്, കോലം എന്താണ്, അള്ളാഹുവിനെ അറിയൂ, നമുക്കറിയില്ല. ശരീരത്തിൽ നിന്ന് റൂഹിനെ കൊണ്ടുപോകുന്നത് തലഭാഗത്തിലൂടെയാണ്. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് പല ആളുകളും കണ്ണുയർത്തി മേലോട്ട് നോക്കാറുണ്ട്. കണ്ണുയർത്തി മേലോട്ട് നോക്കാറുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകളുടെ കണ്ണുകൾ തുറന്നു കിടക്കുകയാണ്. ആദ്യമായി വീട്ടിലേക്ക് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് കണ്ണുകളും അടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നർ റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസറു. റൂഹിനെ അല്ലാഹുവിന്റെ മലക്കുകൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ റൂഹ് ആകാശ ലോകത്തേക്ക് കയറി പോകുന്നത്
കണ്ണുകൾ നോക്കി നിൽക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മരിക്കുന്ന ആളുകൾ കണ്ണുമേലോട്ട് ഉയർത്തുന്നത്. ഇന്നർ റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസറു, റൂഹിനെ പിടിക്കപ്പെടുമ്പോൾ കണ്ണുകൾ അതിനെ പിന്തുടരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാര് റസൂലുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞത് കേട്ടുകൊണ്ട് കരയാൻ തുടങ്ങി, ഒച്ച വെച്ച് കരയാൻ തുടങ്ങി. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒച്ച വെച്ച് കരയല്ലിൻ, അബൂ സലമ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്, അബൂ സലമയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ ഒച്ച വെച്ച് കരയല്ലേ. ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈരിൻ, മരണം നടക്കുമ്പോൾ നിങ്ങൾ വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു പോവരുത്, നിങ്ങൾ നല്ലതേ പറയാവൂ, നല്ലതേ പറയാവൂ. ചിലര് പറയും, ഭർത്താവ് മരിച്ചാൽ പടച്ചോനെ എന്നെ അങ്ങ് കൊണ്ടുപോയിക്കോ, എന്തിനാണ് എന്റെ മക്കളെയും എന്നെയും ബാക്കിയാക്കിയത്, ഞങ്ങളെയും അങ്ങ് കൊണ്ടുപോയിക്കൂടായിരുന്നോ, ഞാനും വരുന്നു ഖബറിലേക്ക്, എന്നെയും കൊണ്ടുപോയിക്കോളൂ, പടച്ചവനെ നീ എന്തിനെന്നെ ബാക്കിയാക്കി എന്നൊക്കെ പറഞ്ഞു പോകുന്നവർ അങ്ങനെ പറയല്ലേ. ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈരിൻ, നിങ്ങൾ നന്മയെ പറയാവൂ. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയും. അതുകൊണ്ട് മോശപ്പെട്ടത് പറഞ്ഞു പോവല്ലേ. മരണം സംഭവിച്ചത് സങ്കടം തന്നെയാണ്. ആത്മാവിനെ പിന്തുടരുകയായിരുന്നു അബൂ സലമയുടെ കണ്ണുകൾ റളിയല്ലാഹു അൻഹു. ആ മരണം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്കുകൾ പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാവുകളുടെ യാത്ര വളരെ മനോഹരമാണ്. ശുഹദാക്കൾ, അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നവരെ, ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള കാലത്ത് ഇസ്ലാമിക ഗവൺമെന്റിന്റെ അധികാരിയായ അമീർ അല്ലെങ്കിൽ ഒരു ഖലീഫ രാജ്യം പ്രതിസന്ധിയെ നേരിടുമ്പോൾ യുദ്ധം പ്രഖ്യാപിക്കും. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി, ദീനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഉത്തരവിറക്കുമ്പോൾ നടക്കുന്ന യുദ്ധമാണ് ശരിയായ യുദ്ധം. ആ യുദ്ധത്തിൽ ഷഹീദാകുന്നവരാണ് ഷഹീദുകൾ, ശുഹദാക്കൾ എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട ഷഹീദുകൾ ഉണ്ടാകാം, ഒരു യുദ്ധത്തിൽ നടക്കുന്ന ഷഹീദ് അങ്ങനെയാണ്. ചാവേറാക്രമങ്ങളിൽ അവരവരുടെ തോന്നലുകൾക്കനുസരിച്ച് അവനവൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നതനുസരിച്ച് ചെയ്തു കൂട്ടുന്നവ ഷഹാദത്താണെന്ന് പറയാൻ കഴിയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നോക്കൂ, അർവാഹു ശുഹദാഇ ഫീ ത്വയ്രിൻ ഖുദുരിൻ തഅല്ലഖു മിൻ സമരിൽ ജന്നah. റൂഹുകൾ, ശുഹദാക്കളുടെ ആത്മാവുകൾ, അവരുടെ ശരീരം ഭൂമിയിലായി ആ റൂഹുകൾ ആത്മാക്കളുടെ ലോകത്തേക്ക് കയറിപ്പോകുന്നു. അർവാഹു ശുഹദാ, ശുഹദാക്കളുടെ റൂഹുകൾ ഫീ ത്വയ്രിൻ ഖുദുരിൻ, പച്ച നിറമുള്ള പക്ഷികളുടെ ഉള്ളിലാണ്. തഅല്ലഖു മിൻ സമരിൽ ജന്ന, സ്വർഗത്തിന്റെ പഴങ്ങൾ തിന്നു ജീവിക്കുന്ന, സ്വർഗത്തിന്റെ വൃക്ഷങ്ങളിൽ പാറിക്കളിക്കുന്ന, തഅകുലു മിൻ സമരിൽ ജന്ന, സ്വർഗത്തിന്റെ പഴവർഗ്ഗങ്ങൾ തിന്നുകൊണ്ട് ജീവിക്കുന്ന പച്ച നിറമുള്ള പക്ഷികളുടെ ഉള്ളിലാണ് ശുഹദാക്കളുടെ റൂഹുകളെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅൽനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മസ്റൂഖ് തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട്, നബിയേ, ആലു ഇമ്രാനിലെ 169ാമത്തെ ആയത്ത് സ്വഹാബികൾ ചോദിക്കുകയാണ്, നബിയേ, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് في سبيل الله أمواتا بل أحياء عند ربهم يرزقون. എന്താണ് നബിയെ ഈ ആയത്തിന്റെ അർത്ഥമെന്ന് സ്വഹാബിമാർ ഹബീബിനോട് ചോദിച്ചിട്ടുണ്ട്. ആയത്തിന്റെ അർത്ഥം, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്ന ആളുകളെ അംവാത, അവർ മരിച്ചവരാണെന്ന് വിചാരിക്കരുതേ. ബൽ അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം,
അവരുടെ രക്ഷിതാവിന്റെ അരികത്ത് യുർസഖൂൻ, അവർക്കാവശ്യമായ ഭക്ഷണങ്ങൾ അവർക്ക് നൽകപ്പെടുന്നുണ്ട്. രക്തസാക്ഷികൾ മരിച്ചവരല്ല എന്ന് പരിശുദ്ധ ഖുർആൻ 2 സ്ഥലങ്ങളിലാണ് പറഞ്ഞത്. ഞങ്ങൾ നബിയോട് ചോദിച്ചു, നബിയേ എന്താണ് ഈ ആയത്തിന്റെ ആശയം എന്ന് പറഞ്ഞപ്പോ ഫഖാല, ലോകത്തിന്റെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചു, അർവാഹുഹും ഫീ ജൗഫി ത്വയ്രിൻ ഖുദുരിൻ ലഹാ ഖനാദീലു മുഅല്ലഖതും ബിൽ അർശ്. സ്വർഗ്ഗത്തിലൂടെ പാറിക്കളിക്കുന്ന പച്ച നിറത്തിലുള്ള പക്ഷികളുണ്ട്, മനോഹരമായ പക്ഷികള്. ആ പക്ഷികളാണെങ്കിലോ അർശിന്റെ തൂണുകളിൽ കെട്ടിത്തൂക്കി വെച്ചിട്ടുള്ള മനോഹരമായ വിളക്കുമാടങ്ങളിൽ ചെന്ന് അഭയം പ്രാപിക്കുന്ന പക്ഷികള്. തസ്റഹു മിനൽ ജന്നതി ഹൈതു ശാഅത്, സ്വർഗ്ഗത്തിൽ എവിടെ വേണമെങ്കിലും അവർക്ക് പാറിക്കളിക്കാം. ثم تأوي إلى تلك القناديل, അർശിന്റെ മീതെ തൂക്കിയിട്ടിരിക്കുന്ന വിളക്കുകളിലേക്ക് ആ പക്ഷികൾ അഭയം തേടി വരികയും ചെയ്യും. അങ്ങനെ ഫത്വല ഇലൈഹിം റബ്ബുഹും ഇത്ലാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പക്ഷികളുടെ ആ പക്ഷികളുടെ ഉള്ളിൽ കിടക്കുന്ന രക്തസാക്ഷികളുടെ ആത്മാക്കളോടായി അല്ലാഹു ചോദിക്കുന്നു, ഹൽ തഷ്തഹൂന ശൈആ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്റെ ശുഹദാകളെ? ഖാലൂ, അവര് പറയും, അയ്യു ശൈഇൻ നസ്തഹി വനഹ്നു നസ്റഹു മിനൽ ജന്നതി ഹൈതു ശിഅനാ. അല്ലാഹുവേ, ഈ സ്വർഗ്ഗലോകത്ത് പാറിക്കളിക്കാൻ കഴിഞ്ഞ ഞങ്ങൾക്ക്, ഈ സ്വർഗ്ഗലോകത്തുകൂടെ എവിടെ വേണമെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഞങ്ങൾക്ക് ഇനി എന്താണ് പടച്ചവനെ നിന്നോട് ചോദിക്കാനുള്ളത്? ഞങ്ങൾക്ക് എന്ത് വേണം റബ്ബേ, എന്ത് വേണം? അല്ലാഹു ആത്മാക്കളോടായി വീണ്ടും ചോദിക്കുന്നു, ഹൽ തഷ്തഹൂന ശൈആ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ? ഹൽ തഷ്തഹൂന ശൈആ 3 തവണ ചോദിക്കുമ്പോൾ അവര് അല്ലാഹുവിനോട് മറുപടി പറയും, യാ റബ്ബ്, അല്ലാഹുവേ, നുരീദു അൻ തറുദ്ദ അർവാഹനാ ഫീ അജ്സാദിനാ, ഞങ്ങളുടെ ആത്മാവുകളെ ഞങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് തിരിച്ചു തരുമോ? ഹത്താ നുഖ്തല ഫീ സബീലിക മറത്തൻ ഉഖ്റാ, ഒരിക്കലൂടെ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത് മരണപ്പെടാൻ, ഷഹീദാവാൻ ആഗ്രഹമുണ്ട് എന്ന് അവർ ആഗ്രഹം പറയുമ്പോൾ അത് അല്ലാഹു പറയുന്നുണ്ട്, ഇനി നടക്കാൻ പോകുന്നതല്ല. വഅന്നകും ഇലൈഹാ ലാ തുർജഊൻ, നിങ്ങൾ ഭൂമിയിലേക്ക് രണ്ടാമത് തിരിച്ചു വരുന്നവരല്ല. അവർക്ക് മറ്റൊന്നും പറയാനില്ല. റബ്ബേ, ശുഹദാ ഇന്ന് ഇത്രയും സ്ഥാനം നീ നൽകുന്നുവെങ്കിൽ ഒരിക്കലൂടെ ഒരു ഷഹാദത്ത് ഞങ്ങൾക്ക് നൽകുമോ? ഫലമ്മാ റആ അന്നഹും ലൈസ ലഹും ഹാജ തറക്കഹും, അവർക്ക് കാര്യമായ ആഗ്രഹങ്ങൾ മറ്റൊന്നും പറയാനില്ല എന്ന് വരുമ്പോൾ തറക്കഹും, അല്ലാഹു പിന്നെ അവരോടൊന്നും ചോദിക്കുന്നില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ റൂഹ് ആകാശലോകത്തേക്ക് ഉയർന്നു പോകുന്നതാണ്. താഴേക്ക് വരുന്നവയുണ്ട്, മേലോട്ട് കയറുന്നവയുണ്ട്, ഇറങ്ങി വരുന്നവയുണ്ട്. തലഖത്തിൽ മലായികതു റൂഹ റജുലിൻ മിമ്മൻ കാന ഖബ്ലകും, സ്വഹീഹായ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തലഖത്തിൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ, റൂഹ റജുലിൻ മിമ്മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരിൽപ്പെട്ട ഒരു മനുഷ്യന്റെ റൂഹിനെ അല്ലാഹുവിന്റെ മലക്കുകൾ സ്വീകരിച്ച ഒരു നേരം, ഫഖാല ലാ, ആ റൂഹ് പറഞ്ഞു ഇല്ല എന്ന്. ഖാലൂ, അവർ റൂഹിനോട് ചോദിച്ചു, തദക്കർ, നീയൊന്ന് ഓർത്തു നോക്ക് എന്ന്. ആത്മാവിന് ഓർമ്മയുണ്ടാകും, ആത്മാവിന് ഓർമ്മശക്തിയുണ്ട്. തദക്കർ, മലക്കുകൾ പറയും, അയാളോട് ചോദിച്ചു, തദക്കർ, നീയൊന്ന് ഓർത്തു നോക്ക്, ഓർത്തു നോക്ക്, എന്തെങ്കിലും ഒരു നന്മ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടോ? ഖാല, ഓർത്തെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, കുൻതു ദാഹിമുന്നാസ് فآمر فتياني أن ينظروا المعسر ويتجوزوا عن الموسر, ഞാൻ ആളുകൾക്ക് പൈസ വായ്പ കൊടുക്കുന്ന ആളായിരുന്നു. ആളുകൾക്ക് കാശിന് പൈസ ഞാൻ ആവശ്യം വരുമ്പോൾ വായ്പ കൊടുക്കാറുണ്ട്. വട്ടിപ്പലിശയല്ല ഇത്. വട്ടിപ്പലിശ ഏത് വട്ടിയാവട്ടെ അല്ലാത്തതാവട്ടെ, പലിശ നമുക്ക് ഹറാമാണ്. പൈസ കൊടുത്ത് പൈസക്ക് ഏറെ വാങ്ങിക്കുന്നത് ഹറാമാണ്. 1000 കൊടുത്തിട്ട് തിരിച്ചു തരുമ്പോൾ 1100 വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നത് അത് പലിശയാണ്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ്. കാശ് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ
ഒരേ കറൻസി വെച്ചിട്ട് ഏറെ വാങ്ങിക്കാൻ പാടില്ല. 1000 കൊടുത്തിട്ട് 1100 വാങ്ങിക്കുക, അല്ലെങ്കിൽ 1000 കൊടുത്തിട്ട് 1200. പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നു ഞാൻ, കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുൻതു ഉദാഹിമുന്നാസ്, അങ്ങനെ എന്റെ കാശ് പിരിക്കുന്ന ചെറുപ്പക്കാർ, അവരോട് ഞാൻ പറയും അയ്യുൻദിറുൽ മുഅ്സിറ. പാവപ്പെട്ട ആളുകൾ കാശ് തിരിച്ചു തരാൻ കഴിയാതെ വിഷമിക്കുമ്പോ അവർക്കൊരു സാവകാശം ചെയ്തു കൊടുക്കാം. 1 മാസം കഴിഞ്ഞ് തിരിച്ചു തരാൻ പറഞ്ഞതാണ്, 1 മാസമായല്ലോ ഇനിയും തന്നില്ലല്ലോ എന്ന് പറഞ്ഞവരെ ബുദ്ധിമുട്ടാക്കരുത്. അവരോട് ഒരൽപ്പം കൂടെ സാവകാശം ചെയ്തു കൊടുക്കാൻ ഞാൻ പറയും. സാവകാശം ചെയ്യാൻ 4 മാസം കൂടെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി. വയതജവസൂ അനിൽ മൂസിരി, കഴിവുള്ള ആളുകളെ, മുതലാളിമാരായ ആളുകളെ, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ. പാവപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാറുണ്ട്. ആ ഒരു നന്മ ഞാൻ ചെയ്തത് ഓർമ്മയുണ്ട്. ഖാലല്ലാഹു അസ്സ വജല്ല, ആ മനുഷ്യന്റെ സംഭാഷണം, മലക്കുകളും ആത്മാവും തമ്മിലുള്ള സംഭാഷണം, അള്ളാഹു ഇടപെടുകയാണ്. തജവ്വസു അൻഹു, തജവ്വസു അൻഹു, എന്റെ അടിമയെ വിട്ടോളൂ, അവനെ വിട്ടോളൂ, അവനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത്, അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തോളൂ, ഞാൻ മാപ്പാക്കി കൊടുത്തിരിക്കുന്നു എന്ന് ആ റൂഹിനോട് അള്ളാഹു മറുപടി പറയുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുണ്ട്, വളരെ പ്രബലമായ ഹദീസാണ്. നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ റൂഹിനോട് അള്ളാഹുവിന്റെ മലക്കുകൾ സംസാരിച്ചത്. മനുഷ്യ ശരീരത്തിൽ നിന്നും ആത്മാവ് പിരിയുന്ന ഒരു നേരം, അള്ളാഹുവേ ദുന്യാവിനോട് വിട പറയുന്ന നേരമാണത്, ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയമാണത്. നമ്മുടെ കൂടെയുള്ളവർ പലരും മരിച്ചുപോയി കഴിഞ്ഞു. അള്ളാഹുയുടെ ഖബറിടങ്ങളൊക്കെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ടവർ കിടക്കുകയാണ് ഖബറിന്റെ ഉള്ളിൽ. അതൊന്നുകിൽ സ്വർഗത്തിന്റെ ഒരു കഷ്ണമാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ ഒരു കഷ്ണമാണ്. അള്ളാഹുവേ, സത്യവിശ്വാസികളായ മുഅ്മിന് മുഅ്മിനാത്തുകളുടെ ഖബറുകളെ നീ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കണമേ റഹ്മാനെ, സ്വർഗമാക്കി കൊടുക്കണേ റബ്ബേ. അവരിൽ ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്, മാതാപിതാക്കളുണ്ടാകാം, വല്ലിപ്പ വല്യമ്മമാരുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, അയൽവാസികളുണ്ട്. അള്ളാഹുവേ, അവരുടെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ, സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. ശരീരം ആത്മാവും വേർപിരിയുന്ന ഒരു നേരം, ശരീരം ആത്മാവിനോട് യാത്ര പറയുന്നു, ആത്മാവ് ശരീരത്തോട് യാത്ര പറയുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഒരു കുഞ്ഞ് മരിക്കാറായിട്ടുണ്ട്. 1 വയസ്സായ കുഞ്ഞാണിത്, ഒരു ചെറിയ പൈതല്. 1 വയസ്സുള്ള മോന് ലോകത്തോട് വിട പറയുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അർസലത്ത്, അവർ അല്ലാഹുവിന്റെ റസൂലിനെ വിവരം അറിയിച്ചു. റസൂലുള്ളാഹി തങ്ങളോട് വീട് വരെ ഒന്ന് വരാൻ പറയണം, എന്റെ മോന് തീരെ സുഖമില്ലെന്ന് പറയാൻ പറയണം. മോന് സുഖമില്ലെന്നാണ് പറയുന്നത്. ഫഅർസല ഇലൈഹാ മുഅസ്സിയാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരക്കിലാണ്, സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്, വരാൻ കഴിയില്ല. മുത്തനബി തങ്ങൾ ആ പരിശുദ്ധ വീട്ടിലേക്ക് സ്വന്തം മോളോട് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങൾ മുഅസ്സിയ അനുശോചനം അറിയിച്ചുകൊണ്ട് നബിയുടെ സന്ദേശം കൊടുത്തയച്ചു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? മോളെ, കുഞ്ഞിന്റെ സുഖത്തിൽ വേദനിക്കരുത്. കുഞ്ഞിന്റെ അസുഖം മൂർച്ഛിച്ചാൽ അവസാനം സംഭവിക്കുന്നത് കുഞ്ഞ് മരിക്കുമെന്നല്ലേ, അത്രയല്ലേ സംഭവിക്കൂ. ഇന്ന ലില്ലാഹി മാ അഖദ് വലഹു മാ അഅതാ, തന്നത് അല്ലാഹുവിൻ്റെതല്ലേ, കൊണ്ടുപോകുന്നതും അല്ലാഹുവിൻ്റെതല്ലേ. മക്കളെ തന്നവൻ അല്ലാഹുവല്ലേ, കൊണ്ടുപോകുന്നതും അല്ലാഹുവല്ലേ. അല്ലാഹു തന്നതവൻ കൊണ്ടുപോകുന്നു എന്നതല്ലാതെ നമ്മളിൽ നിന്നൊന്നും അവൻ പിടിച്ചു പറിച്ചതല്ലല്ലോ. ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ, തന്നതും കൊടുക്കുന്നതും എടുക്കുന്നതും അല്ലാഹുവാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ഇലാ അജലിൻ മുസമ്മാ, ഏതൊരു ശരീരവും അല്ലാഹു കണക്കാക്കിയ കാലമേ ഭൂമിയിൽ ജീവിക്കൂ. നമ്മൾ 90 വയസ്സ് വരെ ജീവിക്കാൻ കൊതിച്ചിട്ട് കാര്യമില്ല. നമുക്ക് 25-ലാണോ മരണം, 35-ലാണോ 45-ലാണോ 50-ലാണോ 60-ലാണോ, അല്ലാഹുവിന് മാത്രമേ അറിയൂ. ആർക്കും കൊതിച്ചിട്ട് കാര്യമില്ല. കുല്ലു ഷൈഇൻ ഇൻദഹു ഇലാ അജലിൻ മുസമ്മാ, ഏതൊരു വസ്തുവും ഈ ലോകം പോലും
ഈ രാജ്യവും ഈ ഭൂമിയും എല്ലാം അള്ളാഹു നിശ്ചിതമായ സമയം കഴിഞ്ഞാൽ നശിപ്പിക്കാൻ പോകുന്നതാണ്. അതിനാണ് ഇസ്ലാമിക വിശ്വാസങ്ങളിൽ യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്, അന്ത്യനാൾ എന്ന് പറയുന്നത്. ഈ ഭൂമിക്കും ഒരു മരണമുണ്ട്. നമ്മൾ മരിക്കും, ഭൂമിയും മരിക്കും, സൂര്യനും ചന്ദ്രനും എല്ലാം മരിക്കും, എല്ലാം നശിക്കാൻ പോകുന്നവയാണ്. അള്ളാഹു ഒഴികെ പടച്ചതമ്പുരാന്റെ പരിശുദ്ധമായ ദാത്തൊഴികെ എല്ലാം മരണത്തിന് വിധേയമാകും. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. അല്ലാഹു ഒഴികെ എല്ലാം ഇവിടുന്ന് എല്ലാം ഇല്ലായ്മയിലേക്ക് പോകുന്നവയാണ്. അല്ലാഹുവിന്റെ ദാത്തൊഴികെ. മോളെ ഫൽ തസ്ബിർ വൽ തഹ്തസിബ്. എന്റെ മോൾ ക്ഷമിക്കണേ. കുഞ്ഞിന്റെ അസുഖത്തിൽ മോളെ അള്ളാഹുവിനോട് ക്ഷമിക്കണം. വൽ തഹ്തസിബ്, അള്ളാഹുവിനോട് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്തോളൂ. നമുക്ക് ഉണ്ടാകുന്ന മുസീബത്തുകളിൽ ക്ഷമിച്ചാൽ കൂലിയുണ്ടല്ലോ. അതുകൊണ്ട് മോളെ ക്ഷമിക്കണേ, സഹിക്കണേ. അള്ളാഹു തന്നതല്ലേ കൊണ്ടുപോകുന്നത്. എല്ലാം ഇവിടെ ഒരു നിശ്ചിതമായ സമയത്തേക്കല്ലേ. കുഞ്ഞുങ്ങളും മരിക്കും, പ്രായമുള്ളവര് മരിക്കും, യുവാക്കള് മരിക്കും, ചെറുപ്പക്കാര്, മധ്യവയസ്സുള്ളവര്, സ്കൂളിൽ പോകുന്ന മക്കള്, ആർക്കൊക്കെയാണ് മരണം. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്തു വീണാൽ പിന്നെ ആ കുഞ്ഞിന് എപ്പോഴും മരണം സംഭവിക്കാം. അതല്ലയോ ലോകം. അഖ്സമത് അലൈഹി അൻ യഅതിയഹാ